കിർഷോഫ്സ് ലോ. ഇന്നിപ്പോൾ കിർഷോഫ്സ് ലോയിലെ ഒരു പ്രോബ്ലം ചെയ്യാം. കിർഷോഫ്സ് ലോ ഓംസ് ലോയുടെ പോസ്റ്റിംഗ് പ്ലേലിസ്റ്റിലുണ്ട്. അത് കണ്ടതിന് ശേഷം കാണുക. ഇവിടെ കിർഷോഫ്സിൻ്റെ 2 ലോയാണെന്നല്ലോ ഉള്ളത്. ഒന്ന് കറണ്ട് ലോ, പല റെസിസ്റ്റൻസ് ചെയ്യാറുന്നൊരു സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ അവിടെ ജംഗ്ഷൻസ് വരും. പല റെസിസ്റ്റൻസ് കൂട്ടിമുട്ടി ഒന്നിച്ച് കണക്ഷൻ വരുന്ന ഭാഗം വരും. അതിന് നമ്മൾ ജംഗ്ഷൻ എന്നാണ് വിളിക്കുക. ചില റെസിസ്റ്റൻസിൽ കൂടെ ജംഗ്ഷനിലേക്ക് കറണ്ട് വരും, ചില റെസിസ്റ്റൻസിൽ കൂടെ ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങിപ്പോവും കറണ്ട്. അപ്പോൾ ജംഗ്ഷൻ തിയറം എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് റീച്ചിങ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ് ദി ജംഗ്ഷൻ. അതാ ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ ഓൾജിബ്രായിക് സം ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസസ് പ്ലസ് ഓൾജിബ്രായിക് സം ഓഫ് EMFs ഈസ് ഈക്വൽ ടു 0. അവിടെ രണ്ടാമത്തെ ലോ ഞാൻ വ്യക്തമായിട്ടൊക്കെ നേരത്തെ ഉള്ള പോസ്റ്റിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടി ഇപ്പോൾ തൽക്കാലം ഒന്ന് ഓർപ്പിക്കും. ഇപ്പോൾ AB എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ്, ഇതിൽ കൂടെ RO, ഇതിൽ കൂടെ ഇങ്ങോട്ട് കറണ്ട് പാസ് ചെയ്യുക I. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് IR. ഇത് ഹൈ പൊട്ടൻഷ്യൽ, ഇത് ലോ പൊട്ടൻഷ്യലാണ്. കറണ്ട് എപ്പോഴും ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലോട്ട് ഒഴുകത്തുള്ളല്ലോ. നമ്മളിങ്ങനെ ഈ ഡയറക്ഷനിലാണ് IR എടുക്കുന്നതെങ്കിൽ -1 എടുക്കണം, -IR. കറണ്ടിനെതിരെയാണെങ്കിൽ +IR. അതായത് ഹൈ ടു ലോ മൈനസ്, ലോ ടു ഹൈ പ്ലസ്, കുന്നിറങ്ങുമ്പം മൈനസ്, കുന്ന് കയറുമ്പം പ്ലസ്. ബാറ്ററിയുടെ കേസിലും ഇത് തന്നെ. EMF ഇത് ഹൈ പൊട്ടൻഷ്യൽ, പ്ലസ് എന്ന് പറഞ്ഞാൽ ഹൈ പൊട്ടൻഷ്യൽ ടെർമിനലും മൈനസ് ലോ പൊട്ടൻഷ്യലുമാണ്. ഹൈ ടു ലോ ആണെങ്കിൽ -E എന്നെടുക്കണം, ലോ ടു ഹൈ പ്ലസ് എന്നെടുക്കണം. രണ്ടിടത്തും ഒരുപോലെ. കുന്നിറങ്ങുമ്പം മൈനസ്, കുന്ന് കയറുമ്പം പ്ലസ്, കുന്നിറങ്ങുമ്പം മൈനസ്, കുന്ന് കയറുമ്പം പ്ലസ്. ഹൈ ടു ലോ മൈനസ്, ലോ ടു ഹൈ പ്ലസ്. അത് ഓർത്തോണം. അതിനി എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാനൊരു മോഡൽ പ്രോബ്ലം നേരത്തെ ചെയ്തിട്ടുണ്ട്. എങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടൈപ്പ്. എൻ്റെ ഇപ്പോൾ ഇതൊരു സർക്യൂട്ടാണ്. 22 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി, 0.2 ഓം, 0.3 ഓം, 0.8 ഓം, 24.5 വോൾട്ട്സ്. 24.5 വോൾട്ട്. ചിലപ്പോൾ കറണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാകും ചോദ്യത്തിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ പോലൊക്കെ മാർക്ക് ചെയ്യാം. എപ്പോഴും ബാറ്ററിയുടെ പ്ലസിൽ നിന്നാണ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാറ്ററിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ട് I1 എന്നിരിക്കട്ടെ, ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ട് I2 എന്നിരിക്കട്ടെ. I1 I2 കൂടെ ചേർന്നിട്ട് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I3 എന്നിരിക്കട്ടെ. ഇനി ഡയഗ്രത്തിൽ പടം പേര് ഇതുപോലെ കൊടുത്തിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് പേര് കൊടുക്കാം. ABCDFG എന്ന് നമ്മൾ കൊടുക്കുകയില്ല. കാരണം അത് EMFO അല്ലെ ഇൻറ്റൻസിറ്റിക്കൊക്കെ ഉള്ള ലെറ്റർ അല്ല. അപ്പോൾ നമ്മളത് ഒഴിവാക്കി. ഇനിയും ഇതൊരു ജംഗ്ഷനാണ്. ഇവിടെ ജംഗ്ഷൻ തിയറം അപ്ലൈ ചെയ്യാം. ഈ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് I1 കണ്ടല്ലോ. I2 എന്ന് പറയുന്നത് ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടാണ്. ബിയിലേക്കായി I1ഉം I2ഉം ചൂണ്ടിയിരിക്കുന്നത്. I3 ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കറണ്ടാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോ എന്തുവാ? കറണ്ട് ലോ എന്ന് പറഞ്ഞാൽ, കറണ്ട് തിയറം എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് റീച്ചിങ് ദി ജംഗ്ഷൻ ഈക്വൽസ് ടോട്ടൽ കറണ്ട് ലീവിങ്. ടോട്ടൽ കറണ്ട് ലീവിങ് എന്ന് പറഞ്ഞാൽ I3 ഈക്വൽസ് ടോട്ടൽ കറണ്ട് റീച്ചിങ് ദി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ I1 + I2. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. അറ്റ് B I3 ഈക്വൽസ് I1 + I2. ഇനി ഇവിടെ ഇപ്പോൾ ഇനി 2 അൺനോൺസാണ് ഉള്ളത്, I1 ഉം I2. I1 ഉം I2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് I3 കാണാം. അതുകൊണ്ട് I1 I2 2 അൺനോൺസാണ് ഉള്ളത്. 2 അൺനോൺസ് കണ്ടുപിടിക്കണമെങ്കിൽ 2 ഇക്വേഷൻസ് വേണം. 2 ഇക്വേഷൻ വേണം. 2 ക്ലോസ്ഡ് ലൂപ്പുകൾ തിരഞ്ഞെടുക്കുക. ആദ്യം നമുക്ക്
ഈ ലൂപ്പ് പേരെഴുതുമ്പോൾ ABFGA ഇങ്ങനെ പേര് കൊടുക്കുക. ABFGA തുടങ്ങിയിടത്ത് തന്നെ എത്തിച്ചേർന്നു. അപ്പം നിങ്ങൾ സങ്കല്പിക്കേണ്ടത് നിങ്ങൾ എയിൽ നിന്നും പതുക്കെ നടക്കുന്നു ഈ ലൂപ്പിൽ കൂടെ. എയിൽ നിന്ന് ബിയിലോട്ട് നടന്നു, ബിയിൽ നിന്ന് എഫിലോട്ട് നടന്നു, എഫിൽ നിന്നും ഇങ്ങനെ നടന്ന് എയിലെത്തി. ആദ്യം നിങ്ങൾ കണ്ടുമുട്ടുന്ന ഈ റെസിസ്റ്റൻസിനെയാണ്. നിങ്ങൾ എവിടോട്ടാണ് നടക്കുന്നത്? കറണ്ടിൻ്റെ ഡയറക്ഷനിലാണ്. കണ്ടില്ലേ? ഹൈ ടു ലോ ആണ് നടക്കുന്നത്, കറണ്ടിൻ്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടുത്തെ IR I1 × 0.2 അല്ലെ 0.2 I1. അതെന്ത് ചെയ്യണം? മൈനസ് ആയിരിക്കണം. മുമ്പത്തെ സൈൻ കൺവെൻഷൻ ഞാൻ കാണിച്ചല്ലോ. കറണ്ടിൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നത് എങ്കിൽ IR നെഗറ്റീവ് എന്നെടുക്കണം. അപ്പം -0.2 I1. അവിടെ നമ്മളിനി B/F പോകുന്നത്. അപ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പം I3 × 0.8 അല്ലെ 0.8 × I3 മൈനസാണ്. അപ്പം -0.8 × I3. I3 എന്ന് പറഞ്ഞാൽ I1 + I2 ആണ്. അവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് ഒന്നുമില്ല. ഇനി ഈ ബാറ്ററി കൂടാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ വന്ന് നമ്മൾ ഇങ്ങനെ പോവാം. നോക്കിയാൽ ബാറ്ററിയുടെ -ന്ന് പ്ലസ്സിലോട്ടാണ് പോയിരിക്കുന്നത്, ലോ ടു ഹൈ. അപ്പോൾ പ്ലസ് ആയിരിക്കണം 22. അപ്പോൾ +22 = 0. algebraic sum of IR plus algebraic sum of EMFs is equal to 0. ഇവിടെ ഇപ്പോൾ ഒരു സെല്ലേ ഉള്ളതുകൊണ്ട് ഒരു EMF വന്നിട്ടുള്ളൂ, =0. ഇതങ്ങ് സിംപ്ലിഫൈ ചെയ്യണം, ബ്രാക്കറ്റൊക്കെ മാറ്റി. അപ്പോൾ നമുക്ക് കിട്ടും -I1 -0.8 I2 = -22. മൊത്തം ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ I1 + 0.8 I2 = 22. ഇക്വേഷൻ 1. ഇനി നിങ്ങൾ ഈ ലൂപ്പ് എടുക്കണം. ആദ്യം ഇതെടുത്തു, ഇനി ഇതെടുക്കുക. BCDFB ലൂപ്പ് BCDFB. ഓക്കെ, BC ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ആരോയ്ക്ക് എതിരെയാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ലോ ടു ഹൈ ആ പോകുന്നത്. അപ്പോൾ പ്ലസ് വേണം. I2 × 0.3 അല്ലെ 0.3 I2 പ്ലസ് 0.3 I2 പ്ലസ്. അവിടെ നമ്മൾ ബാറ്ററിയുടെ മണ്ടയ്ക്കോട്ട് കയറുക. നോക്കിയാൽ ബാറ്ററി കൂടെ നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്. പ്ലസ്സിൽ നിന്ന് മൈനസിലോട്ടാണ് വന്നത്. അപ്പം -24 എന്ന് വേണമല്ലോ എടുക്കാൻ, -24.5. അവിടെ നമ്മളിനി ഇതിലോട്ട് കയറുക. ഇങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങനെ കറങ്ങി വരുമല്ലേ, ഇങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ കറണ്ടിനെതിരാ, അപ്പോൾ പ്ലസ് കൊടുക്കണം. I3 × 0.8 അല്ലെ 0.8 × I3 പ്ലസ് 0.8 × I3 എന്ന് പറഞ്ഞാൽ I1 + I2 ആദ്യത്തെ ഇക്വേഷൻ അനുസരിച്ച് =0. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം 0.8 I1 + 1.1 I2 = 24.5. ഇക്വേഷൻ 2. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഇപ്പോൾ കയ്യിലുണ്ട്. ഞാനത് ഒന്നുകൂടെ എഴുതുന്നു ഇവിടെ. I1 + 0.8 I2 = 22. അതായിരുന്നു ഇക്വേഷൻ 1. 0.8 I1 + 1.1 I2 = 24.5. അതായിരുന്നു ഇക്വേഷൻ 2. ഇത് സോൾവ് ചെയ്യാൻ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കണം. ഫസ്റ്റ് ഇക്വേഷനെ 0.8 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇത് ഈക്വലാക്കാൻ വേണ്ടി ഇതിനെ 0.8 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? 0.8 I1 + 0.64 I2 = 17.6 എന്ന് വരും. ഇനിയും ചെയ്യേണ്ടത് ഈ ഇക്വേഷനിൽ നിന്ന്, ഇക്വേഷൻ 2ൽ നിന്ന് ഇപ്പോൾ കിട്ടിയത് 3 എന്നിരിക്കട്ടെ, 2ൽ നിന്ന് 3 അങ്ങ് കുറയ്ക്കണം. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക.
0.8 I1 minus 0.8 I1 0. 1.1 I2 minus 0.64 I2 പിന്നെ 0.46 I2 equals 24.5 minus 17.6 എന്ന് പറയുമ്പോൾ 6.9. ഇവിടുന്ന് I2 സോൾവ് ചെയ്യാം. I2 ഈക്വൽസ് 6.9 by 0.46 ഈക്വൽസ് 15 ആംപിയർ. അപ്പോൾ I2 കിട്ടി. ഇനിയും ഈ I2 എടുത്ത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് I1 കിട്ടും. I1 ഈക്വൽസ് ഇക്വേഷൻ 1 അനുസരിച്ച് I1 ഈക്വൽസ് 22 മൈനസ് 0.8 I2. I1 ഈക്വൽസ് 22 മൈനസ് 0.8 I2. I2 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 15. So that is equal to 22 minus 0.8 into 15. That is 10 ആംപിയർ. അപ്പോൾ I1 കിട്ടി 10 ആംപിയർ. I1 I2 കിട്ടിക്കഴിഞ്ഞാൽ I3 കാണാം. ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് ആദ്യത്തെ ഇക്വേഷൻ I3 ഈക്വൽസ് I1 പ്ലസ് I2 എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 15 25 ആംപിയർ. ഫൈനലായിട്ട് ആൻസർ എടുത്ത് എഴുതാം. ആൻസേഴ്സ് I1 ഈക്വൽസ് 10 ആംപിയർ, I2 ഈക്വൽസ് 15 ആംപിയർ, I3 ഈക്വൽസ് 25 ആംപിയർ. പരീക്ഷയ്ക്ക് ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ട ഇതുപോലെ ആൻസേഴ്സ് എന്ന് എഴുതിയിട്ട് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ നിരത്തി എഴുതി യൂണിറ്റൊക്കെ എഴുതണം. എന്നിട്ട് ഒരു ബോക്സ് ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് കിട്ടുന്ന ഇൻ്റർമീഡിയറ്റ് ആൻസേഴ്സിന് നമുക്ക് പിന്നീട് ഉപയോഗിക്കേണ്ട വാല്യൂസ് അടിയിലൊരു വര കൊടുക്കുക. ഇപ്പോൾ ഇവിടെ I2 ഇത് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. I2 നമുക്ക് പിന്നെ ആവശ്യമുള്ളതല്ലേ I2. അപ്പോൾ പ്രധാന പോയിൻറ്റ്സൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഫൈനൽ ആൻസർ എടുത്തെഴുതുക. യൂണിറ്റ് മറക്കാതെ എഴുതണം. അങ്ങനെ മാർക്ക് കൂടുതൽ കിട്ടും. താങ്ക് യു.